2 ശമൂവേൽ അധ്യായം 12. അനന്തരം യഹോവ നാഥാനെ ദാവീദിന്റെ അടുക്കൽ അയച്ചു. അവൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞത്, ഒരു പട്ടണത്തിൽ 2 പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഒരുത്തൻ ധനവാൻ, മറ്റവൻ ദരിദ്രൻ. ധനവാന് ആടുമാടുകൾ അനവധി ഉണ്ടായിരുന്നു. ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങി വളർത്തിയ ഒരു പെൺകുഞ്ഞാടല്ലാതെ ഒന്നും ഇല്ലായിരുന്നു. അത് അവന്റെ അടുക്കലും അവന്റെ മക്കളുടെ അടുക്കലും വളർന്നു വന്നു. അത് അവൻ തിന്നുന്നതിൽ ഓഹരി തിന്നുകയും അവൻ കുടിക്കുന്നതിൽ ഓഹരി കുടിക്കുകയും അവന്റെ മടിയിൽ കിടക്കുകയും ചെയ്തു. അവന് ഒരു മകളെപ്പോലെയും ആയിരുന്നു. ധനവാന്റെ അടുക്കൽ ഒരു വഴിയാത്രക്കാരൻ വന്നു. തന്റെ അടുക്കൽ വന്ന വഴിപോക്കിനു വേണ്ടി പാകം ചെയ്യുവാൻ സ്വന്തം ആടുമാടുകളിൽ ഒന്നിനെ എടുപ്പാൻ മനസ്സാകാതെ അവൻ ആ ദരിദ്രന്റെ കുഞ്ഞാടിനെ പിടിച്ചു തന്റെ അടുക്കൽ വന്ന ആൾക്ക് വേണ്ടി പാകം ചെയ്തു. അപ്പോൾ ദാവീദിന്റെ കോപം ആ മനുഷ്യന്റെ നേരെ ഏറ്റവും ജ്വലിച്ചു. അവൻ നാഥാനോട്, യഹോവയാണ് ഇത് ചെയ്തവൻ മരണയോഗ്യൻ. അവൻ കനിവില്ലാതെ ഈ കാര്യം പ്രവർത്തിച്ചതുകൊണ്ട് ആ ആടിനു വേണ്ടി 4 ഇരട്ടി പകരം കൊടുക്കണം എന്ന് പറഞ്ഞു. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു, നിന്നെ ശൗലിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഞാൻ നിനക്ക് നിന്റെ യജമാനന്റെ ഗൃഹത്തെയും നിന്റെ മാർവിടത്തിലേക്ക് നിന്റെ യജമാനന്റെ ഭാര്യമാരെയും തന്നു. ഇസ്രായേൽ ഗൃഹത്തെയും യഹൂദ ഗൃഹത്തെയും നിനക്ക് തന്നു. പോരായെങ്കിൽ ഇന്നതും കൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു. നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവന് അനിഷ്ടമായുള്ളത് ചെയ്തത് എന്തിന്? ഹിത്യനായ ഊരിയാവെ വാൾ കൊണ്ട് വെട്ടി അവന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തു. അവനെ അമോന്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. നീ എന്നെ നിരസിച്ചു. ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തതുകൊണ്ട് വാൾ നിന്റെ ഗൃഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ സ്വന്തം ഗൃഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നീ കാൺകെ ഞാൻ നിന്റെ ഭാര്യമാരെ എടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്കും. അവൻ ഈ സൂര്യന്റെ വെട്ടത്ത് തന്നെ നിന്റെ ഭാര്യമാരോടുകൂടെ ശയിക്കും. നീ അത് രഹസ്യത്തിൽ ചെയ്തു. ഞാനോ ഈ കാര്യം ഇസ്രായേലൊക്കെയും കാൺകെ സൂര്യന്റെ വെട്ടത്ത് തന്നെ നടത്തും. ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല. എങ്കിലും നീ ഈ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറവാൻ ഹേതു ഉണ്ടാക്കിയതുകൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചു പോകും എന്ന് പറഞ്ഞു നാഥാൻ തന്റെ വീട്ടിലേക്ക് പോയി. ഊരിയാവിന്റെ ഭാര്യ ദാവീദിന് പ്രസവിച്ച കുഞ്ഞിനെ യഹോവ ബാധിച്ചു. അതിന് കഠിന രോഗം പിടിച്ചു. ദാവീദ് കുഞ്ഞിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ദാവീദ് ഉപവസിക്കുകയും അകത്ത് കടന്ന് രാത്രി മുഴുവനും നിലത്ത് കിടക്കുകയും ചെയ്തു. അവന്റെ ഗ്രഹപ്രമാണികൾ അവനെ നിലത്ത് നിന്ന് എഴുന്നേൽപ്പിപ്പാൻ ഉത്സാഹിച്ചുകൊണ്ട് അരികെ നിന്നു. എന്നാൽ അവന് മനസ്സായില്ല. അവരോടുകൂടെ ഭക്ഷണം കഴിച്ചതുമില്ല. എന്നാൽ 7-ാം ദിവസം കുഞ്ഞ് മരിച്ചുപോയി. കുഞ്ഞ് മരിച്ചു എന്ന് ദാവീദിനെ അറിയിപ്പാൻ ഭൃത്യന്മാർ ഭയപ്പെട്ടു. കുഞ്ഞ് ജീവനോടിരുന്ന സമയം നാം സംസാരിച്ചിട്ട് അവൻ നമ്മുടെ വാക്ക് കേൾക്കാതിരിക്കെ കുഞ്ഞു മരിച്ചുപോയി എന്ന് നാം അവനോട് എങ്ങനെ പറയും? അവൻ തനിക്ക് തന്നെ വല്ല കേടും വരുത്തും എന്നവർ പറഞ്ഞു. ഭൃത്യന്മാർ തമ്മിൽ മന്ത്രിക്കുന്നത് കണ്ടപ്പോൾ കുഞ്ഞു മരിച്ചുപോയി എന്ന് ദാവീദ് ഗ്രഹിച്ചു. തന്റെ ഭൃത്യന്മാരോട് കുഞ്ഞു മരിച്ചുപോയോ എന്ന് ചോദിച്ചു. മരിച്ചുപോയി എന്ന് അവർ പറഞ്ഞു. ഉടനെ ദാവീദ് നിലത്ത് നിന്ന് എഴുന്നേറ്റു, കുളിച്ചു, തൈലം പൂശി, വസ്ത്രം മാറി യഹോവയുടെ ആലയത്തിൽ ചെന്ന് നമസ്കരിച്ചു. അരമനയിൽ വന്നു. അവന്റെ കൽപ്പന പ്രകാരം അവർ ഭക്ഷണം അവന്റെ മുൻപിൽ വെച്ചു. അവൻ ഭക്ഷിച്ചു. അവന്റെ ഭൃത്യന്മാർ അവനോട്, നീ ഈ ചെയ്തിരിക്കുന്നതെന്ത്? കുഞ്ഞ് ജീവനോടിരുന്ന സമയം നീ അവനു വേണ്ടി ഉപവസിച്ച് കരഞ്ഞു. കുഞ്ഞ് മരിച്ച ശേഷം നീ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചുവല്ലോ എന്ന് ചോദിച്ചു. അതിന് അവൻ,
കുഞ്ഞ് ജീവനോടിരുന്ന സമയം ഞാൻ ഉപവസിച്ച് കരഞ്ഞു. കുഞ്ഞ് ജീവിച്ചിരിക്കേണ്ടതിന് ദൈവം എന്നോട് ദയ ചെയ്യുമോ ഇല്ലയോ ആർക്കറിയാം എന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോഴോ അവൻ മരിച്ചുപോയി. ഇനി ഞാൻ ഉപവസിക്കുന്നത് എന്തിന്? അവനെ മടക്കി വരുത്തുവാൻ എനിക്ക് കഴിയുമോ? ഞാൻ അവൻ്റെ അടുക്കലേക്ക് പോകുകയല്ലാതെ അവൻ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് തൻ്റെ ഭാര്യയായ ബേത്ശേബയെ ആശ്വസിപ്പിച്ചു. അവളുടെ അടുക്കൽ ചെന്ന് അവളോടുകൂടെ ശയിച്ചു. അവൾ ഒരു മകനെ പ്രസവിച്ചു. അവൻ അവന് ശലോമോൻ എന്ന് പേരിട്ടു. യഹോവ അവനെ സ്നേഹിച്ചു. അവൻ നാഥാൻ പ്രവാചകനെ നിയോഗിച്ചു. അവൻ യഹോവയുടെ പ്രീതി നിമിത്തം അവന് യെദീദ്യാവ് എന്ന് പേർ വിളിച്ചു. എന്നാൽ യോവാബ് അമ്മോന്യരുടെ രബ്ബയോട് പൊരുത് രാജനഗരം പിടിച്ചു. യോവാബ് ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഞാൻ രബ്ബയോട് പൊരുതു, ജലനഗരം പിടിച്ചിരിക്കുന്നു. ആകയാൽ ഞാൻ നഗരം പിടിച്ചിട്ട് കീർത്തി എനിക്കാകാതിരിക്കേണ്ടതിന് നീ ശേഷം ജനത്തെ ഒരുമിച്ച് കൂട്ടി നഗരത്തിന് നേരെ പാളയമിറങ്ങി അതിനെ പിടിച്ചുകൊള്ളുക എന്ന് പറയിച്ചു. അങ്ങനെ ദാവീദ് ജനത്തെ ഒക്കെയും ഒന്നിച്ചു കൂട്ടി രബ്ബയിലേക്ക് ചെന്നു പടവെട്ടി അതിനെ പിടിച്ചു. അവൻ അവരുടെ രാജാവിൻ്റെ കിരീടം അവൻ്റെ തലയിൽ നിന്ന് എടുത്തു. അതിൻ്റെ തൂക്കം 1 താലന്ത് പൊന്ന്, അതിന്മേൽ രത്നം പതിച്ചിരുന്നു. അവർ അത് ദാവീദിൻ്റെ തലയിൽ വെച്ചു. അവൻ നഗരത്തിൽ നിന്ന് അനവധി കൊള്ളയും കൊണ്ടുപോന്നു. അവിടുത്തെ ജനത്തെയും അവൻ പുറത്തു കൊണ്ടുവന്നു. അവരെ ഈർച്ചവാളിനും മെതിവണ്ടിക്കും കോടാലിക്കും ആക്കി അവരെ കൊണ്ട് ഇഷ്ടിക ചൂളയിലും വേല ചെയ്യിച്ചു. അമ്മോന്യരുടെ എല്ലാ പട്ടണങ്ങളോടും അവൻ അങ്ങനെ തന്നെ ചെയ്തു. പിന്നെ ദാവീദും സകല ജനവും യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. 2 ശമൂവേൽ അധ്യായം 13. അതിൻ്റെ ശേഷം സംഭവിച്ചത്, ദാവീദിന്റെ മകനായ അബ്ശാലോമിന് സൗന്ദര്യമുള്ള ഒരു സഹോദരിയുണ്ടായിരുന്നു. അവൾക്ക് താമാർ എന്നു പേർ. ദാവീദിന്റെ മകനായ അമ്നോന് അവളിൽ പ്രേമം ജനിച്ചു. തൻ്റെ സഹോദരിയായ താമാർ നിമിത്തം മാൽ മുഴുത്തിട്ട് അമ്നോൻ രോഗിയായിത്തീർന്നു. അവൾ കന്യകയാകയാൽ അവളോട് വല്ലതും ചെയ്യുവാൻ അമ്നോന് പ്രയാസം തോന്നി. എന്നാൽ അമ്നോന് ദാവീദിന്റെ ജ്യേഷ്ഠനായ ശിമെയിയുടെ മകനായി യോനാദാബ് എന്നു പേരുള്ള ഒരു സ്നേഹിതനുണ്ടായിരുന്നു. യോനാദാബ് വലിയ ഉപായിയായിരുന്നു. അവൻ അവനോട്, നീ നാൾക്കുനാൾ ഇങ്ങനെ ക്ഷീണിച്ചു വരുന്നതെന്ത് രാജകുമാര, എന്നോട് പറഞ്ഞുകൂടെയോ എന്ന് ചോദിച്ചു. അമ്നോൻ അവനോട്, എൻ്റെ സഹോദരനായ അബ്ശാലോമിൻ്റെ പെങ്ങൾ താമാരിൽ എനിക്ക് പ്രേമം ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യോനാദാബ് അവനോട്, നീ രോഗം നടിച്ച് കിടക്കയിൽ കിടന്നുകൊള്ളുക. നിന്നെ കാൺമാൻ നിന്റെ അപ്പൻ വരുമ്പോൾ നീ അവനോട്, എൻ്റെ സഹോദരിയായ താമാർ വന്ന് എന്നെ ഒന്ന് ഭക്ഷണം കഴിപ്പിക്കണം. അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഞാൻ കാണുകെ അവൾ എൻ്റെ മുൻപിൽ വെച്ച് തന്നെ ഭക്ഷണം ഒരുക്കണം എന്നപേക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അമ്നോൻ രോഗം നടിച്ചു കിടന്നു. രാജാവ് അവനെ കാണുവാൻ വന്നപ്പോൾ അമ്നോൻ രാജാവിനോട്, എൻ്റെ സഹോദരിയായ താമാർ വന്ന് ഞാൻ അവളുടെ കയ്യിൽ നിന്ന് എടുത്ത് ഭക്ഷിക്കേണ്ടതിന് എൻ്റെ മുൻപിൽ വെച്ച് തന്നെ 1-2 വടകളെ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ദാവീദ് അരമനയിൽ താമാരിൻ്റെ അടുക്കൽ ആളയച്ചു. നിന്റെ സഹോദരനായ അമ്നോന്റെ വീട്ടിൽ ചെന്ന് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക എന്ന് പറയിച്ചു. താമാർ തൻ്റെ സഹോദരനായ അമ്നോന്റെ വീട്ടിൽ ചെന്നു. അവൻ കിടക്കുകയായിരുന്നു. അവൾ മാവെടുത്തു കുഴച്ചു അവൻ്റെ മുൻപിൽ വെച്ച് തന്നെ വടകളായി ചുട്ടു. ഉരുളിയോടെ എടുത്തു അവൻ്റെ മുൻപിൽ വിളമ്പി. എന്നാൽ ഭക്ഷിപ്പാൻ അവന് ഇഷ്ടമായില്ല. എല്ലാവരെയും എൻ്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവീൻ എന്ന് അമ്നോൻ പറഞ്ഞു. എല്ലാവരും അവൻ്റെ അടുക്കൽ നിന്ന് പുറത്തുപോയി. അപ്പോൾ അമ്നോൻ താമാരിനോട്, ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഭക്ഷണം ഉൾമുറിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. താമാർ താൻ ഉണ്ടാക്കിയ വടകളെ എടുത്ത് ഉൾമുറിയിൽ സഹോദരനായ അമ്നോന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ ഭക്ഷിക്കേണ്ടതിന് അവൾ അവയെ അവൻ്റെ അടുക്കൽ കൊണ്ടുചെന്നപ്പോൾ അവൻ അവളെ പിടിച്ചു അവളോട്, സഹോദരി,
വന്നെന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു. അവൾ അവനോട്, എൻ്റെ സഹോദര, അരുതേ, എന്നെ അപമാനിക്കരുതേ. ഇസ്രായേലിൽ ഇത് കൊള്ളരുതാത്തതല്ലോ. ഈ വഷളത്വം ചെയ്യരുതേ. എൻ്റെ അപമാനം ഞാൻ എവിടെ കൊണ്ടുപോയി വയ്ക്കും? നീയും ഇസ്രായേലിൽ വഷളന്മാരുടെ കൂട്ടത്തിലായി പോകുമല്ലോ. നീ രാജാവിനോട് പറക, അവൻ എന്നെ നിനക്ക് തരാതിരിക്കയില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവൻ അവളുടെ വാക്ക് കേൾപ്പാൻ മനസ്സില്ലാതെ അവളേക്കാൾ ബലമുള്ളവനാകൊണ്ട് ബലാത്കാരം ചെയ്ത് അവളോടുകൂടെ ശയിച്ചു. പിന്നെ അമ്നോൻ അവളെ അത്യന്തം വെറുത്തു. അവൻ അവളെ സ്നേഹിച്ച സ്നേഹത്തെക്കാൾ അവളെ വെറുത്ത വെറുപ്പ് വലുതായിരുന്നു. എഴുന്നേറ്റ് പോക എന്ന് അമ്നോൻ അവളോട് പറഞ്ഞു. അവൾ അവനോട്, അങ്ങനെയരുത്, നീ എന്നോട് ചെയ്ത മറ്റേ ദോഷത്തേക്കാൾ എന്നെ പുറത്താക്കി കളയുന്ന ഈ ദോഷം ഏറ്റവും വലുതായിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവന് അവളുടെ വാക്ക് കേൾപ്പാൻ മനസ്സായില്ല. അവൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന ബാല്യക്കാരനെ വിളിച്ച് അവനോട്, ഇവളെ ഇവിടെ നിന്ന് പുറത്താക്കി വാതിലടച്ച് കളക എന്ന് പറഞ്ഞു. അവൾ നിലയങ്കി ധരിച്ചിരുന്നു. രാജകുമാരികളായ കന്യകമാർ ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്ക പതിവായിരുന്നു. ബാല്യക്കാരൻ അവളെ പുറത്തിറക്കി വാതിലടച്ചു കളഞ്ഞു. അപ്പോൾ താമാർ തലയിൽ വെണ്ണീർ വാരിയിട്ട് താൻ ധരിച്ചിരുന്ന നിലയങ്കി കീറി തലയിൽ കയ്യും വെച്ച് നിലവിളിച്ചും കൊണ്ട് നടന്നു. അവളുടെ സഹോദരനായ അബ്ശാലോം അവളോട്, നിന്റെ സഹോദരനായ അമ്നോൻ നിന്റെ അടുക്കലായിരുന്നുവോ? ആകട്ടെ സഹോദരി, മിണ്ടാതിരിക്ക, അവൻ നിന്റെ സഹോദരനല്ലോ, ഈ കാര്യം മനസ്സിൽ വെക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ താമാർ തൻ്റെ സഹോദരനായ അബ്ശാലോമിൻ്റെ വീട്ടിൽ ഏകാകിയായി പാർത്തു. ദാവീദ് രാജാവ് ഈ കാര്യമൊക്കെയും കേട്ടപ്പോൾ അവൻ്റെ കോപം ഏറ്റവും ജ്വലിച്ചു. എന്നാൽ അബ്ശാലോം അമ്നോനോട് ഗുണമോ ദോഷമോ ഒന്നും സംസാരിച്ചില്ല. തൻ്റെ സഹോദരിയായ താമാരിനെ അമ്നോൻ അപമാനിച്ചതുകൊണ്ട് അബ്ശാലോം അവനെ ദേഷിച്ചു. 2 സംവത്സരം കഴിഞ്ഞ ശേഷം അബ്ശാലോമിന് എഫ്രയീമിന് സമീപത്തുള്ള ബാൽ ഹാസോരിൽ ആടുകളെ രോമം കത്രിക്കുന്ന അടിയന്തരമുണ്ടായിരുന്നു. അബ്ശാലോം രാജകുമാരന്മാരെയൊക്കെയും ക്ഷണിച്ചു. അബ്ശാലോം രാജാവിൻ്റെ അടുക്കലും ചെന്നു. അടിയന് ആടുകളെ രോമം കത്രിക്കുന്ന അടിയന്തരമുണ്ട്. രാജാവും ഭൃത്യന്മാരും അടിയനോടുകൂടെ വരേണമേ എന്ന് അപേക്ഷിച്ചു. രാജാവ് അബ്ശാലോമിനോട്, വേണ്ട മകനെ, ഞങ്ങളെല്ലാവരും വന്നാൽ നിനക്ക് ഭാരമാകും എന്ന് പറഞ്ഞു. അവൻ അവനെ നിർബന്ധിച്ചിട്ടും പോകുവാൻ മനസ്സാകാതെ അവനെ അനുഗ്രഹിച്ചു. അപ്പോൾ അബ്ശാലോം, അങ്ങനെയെങ്കിൽ എൻ്റെ സഹോദരൻ അമ്നോൻ ഞങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. രാജാവ് അവനോട്, അവൻ പോരുന്നത് എന്തിന് എന്ന് പറഞ്ഞു. എങ്കിലും അബ്ശാലോം നിർബന്ധിച്ചപ്പോൾ അവൻ അമ്നോനെയും രാജകുമാരന്മാരെയൊക്കെയും അവനോടുകൂടെ അയച്ചു. എന്നാൽ അബ്ശാലോം തൻ്റെ ബാല്യക്കാരോട്, നോക്കിക്കൊള്ളുവീൻ, അമ്നോൻ വീഞ്ഞു കുടിച്ച് ആനന്ദിച്ചിരിക്കുന്നേരം ഞാൻ നിങ്ങളോട് അമ്നോനെ അടിച്ചു കൊല്ലുവീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവനെ കൊല്ലുവീൻ, ഭയപ്പെടരുത്. ഞാനല്ലയോ നിങ്ങളോട് കൽപ്പിച്ചത്? നിങ്ങൾ ധൈര്യപ്പെട്ട് ശൂരന്മാരായിരിപ്പീൻ എന്ന് കൽപ്പിച്ചു. അബ്ശാലോം കൽപ്പിച്ചതുപോലെ അബ്ശാലോമിൻ്റെ ബാല്യക്കാർ അമ്നോനോട് ചെയ്തു. അപ്പോൾ രാജകുമാരന്മാരൊക്കെയും എഴുന്നേറ്റു താൻ്റെ കോവർ കഴുതപ്പുറത്ത് കയറി ഓടിപ്പോയി. അവർ വഴിയിലായിരിക്കുമ്പോൾ തന്നെ അബ്ശാലോം രാജകുമാരന്മാരെയൊക്കെയും കൊന്നുകളഞ്ഞു. അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല എന്ന് ദാവീദിന് വർത്തമാനമെത്തി. അപ്പോൾ രാജാവ് എഴുന്നേറ്റ് വസ്ത്രം കീറി നിലത്ത് കിടന്നു. അവൻ്റെ സകല ഭൃത്യന്മാരും വസ്ത്രം കീറി അരികെ നിന്നു. എന്നാൽ ദാവീദിൻ്റെ ജ്യേഷ്ഠനായ ശിമെയിയുടെ മകനായ യോനാദാബ് പറഞ്ഞത്, അവർ രാജകുമാരന്മാരായ യുവാക്കളെയൊക്കെയും കൊന്നുകളഞ്ഞു എന്ന് യജമാനൻ വിചാരിക്കരുത്. അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. തൻ്റെ സഹോദരിയായ താമാരിനെ അവൻ അപമാനിച്ച നാൾ മുതൽ അബ്ശാലോമിൻ്റെ മുഖത്ത് ഈ നിർണയം കാൺമാനുണ്ടായിരുന്നു. ആകയാൽ രാജകുമാരന്മാർ ഒക്കെയും മരിച്ചുപോയി എന്നുള്ള വർത്തമാനം യജമാനനായ രാജാവ് ഗണ്യമാക്കരുതേ. അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ.
എന്നാൽ അബ്ശാലോം ഓടിപ്പോയി. കാവൽ നിന്നിരുന്ന ബാല്യക്കാരൻ തല ഉയർത്തി നോക്കിയപ്പോൾ വളരെ ജനം അവന്റെ പിൻപിലുള്ള മലഞ്ചെരിവ് വഴിയായി വരുന്നത് കണ്ടു. അപ്പോൾ യോനാദാബ് രാജാവിനോട്, ഇതാ രാജകുമാരന്മാർ വരുന്നു, അടിയന്റെ വാക്ക് ഒത്തുവല്ലോ എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു തീർന്നപ്പോഴേക്ക് രാജകുമാരന്മാർ വന്നു ഉറക്കെ കരഞ്ഞു. രാജാവും സകല ഭൃത്യന്മാരും വാവിട്ട് കരഞ്ഞു. എന്നാൽ അബ്ശാലോം ഓടിപ്പോയി അമ്മീഹൂദിന്റെ മകനായി ഗശൂർ രാജാവായ താൽമായിയുടെ അടുക്കൽ ചെന്നു. ദാവീദോ ഇടവിടാതെ തൻ്റെ മകനെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അബ്ശാലോം ഗശൂരിലേക്ക് ഓടിപ്പോയി 3 സംവത്സരം അവിടെ താമസിച്ചു. എന്നാൽ ദാവീദ് രാജാവ് അബ്ശാലോമിനെ കാണാൻ വാഞ്ചിച്ചു. മരിച്ചുപോയ അമ്നോനെക്കുറിച്ചുള്ള ദുഃഖത്തിന് ആശ്വാസം വന്നിരുന്നു.